വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ അവരുടെ മഖാമിൽ ഒരവസരത്തിൽ ചെന്നുകൊണ്ട് അദ്ദേഹത്തിന്റെ കാലിന് മാറാത്ത ഒരു രോഗം പിടിപെട്ടപ്പോൾ വാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർക്ക് വലിയൊരു രോഗം പിടിപെട്ട് ചികിത്സിച്ച് മാറ്റാൻ സാധിക്കാത്തൊരവസ്ഥ വന്നപ്പോൾ മഹാനായ പാങ്ങിൽ അഹമ്മദ് കുട്ടി മുസ്ലിയാർ ബഹുമാനപ്പെട്ട ഹുസൈനുൽ ജിഫ്രി തങ്ങളുടെ മഖാമിൽ ചെന്ന് രാത്രി ചെന്നുകൊണ്ട് പറഞ്ഞു, എന്റെ ഈ കാലിന്റെ അസുഖം മാറണം, നേരം വെളുക്കുമ്പോഴത്തേക്ക് എന്റെ അസുഖം അങ്ങ് മാറ്റിത്തരണം, അഥവാ അള്ളാഹുവാണ് ഷാഫി, പക്ഷെ അതിനാവശ്യമായത് അങ്ങ് ചെയ്തു തരണം, അങ്ങ് അതിൽ ഇടപെടണം എന്ന് ആ ഒരർത്ഥത്തിൽ നമ്മളൊക്കെ പറയുന്നത് പോലെ മഹാനവറുകൾ അവിടെ ചെന്ന് പറയുകയും അന്ന് നേരം വെളുക്കുന്നതിന്റെ ഉള്ളിൽ മഹാനവറുകളുടെ രോഗം ശിഫയാവുകയും ചെയ്തപ്പോൾ കുരുവട്ടൂരികളുടെ ആദർശ വ്യതിയാനങ്ങളും ആശയ പാപ്പരത്വങ്ങളും അവരുടെ വൈരുദ്ധ്യങ്ങളൊക്കെ ഇപ്പോൾ എല്ലാവർക്കും മനഃപ്പാടമാണ്. പക്ഷെ അവർക്ക് സംഭവിച്ച ഏറ്റവും വലിയൊരു വ്യതിയാനം എന്ന് പറയുന്നത് കാലങ്ങളായി ഇതുവരെ പറഞ്ഞിരുന്ന തൗഹീദും ഇസ്തിഗാസയും മാറ്റിപ്പറഞ്ഞുകൊണ്ട് ആ തൗഹീദിൽ നിന്ന് തന്നെ അവർ വ്യതിചലിച്ച് പുതിയ തൗഹീദും പുതിയ ഇസ്തിഗാസയും അവരുടെ ഷെയ്ഖ് ഇവരിൽ കുത്തി നിറച്ചു എന്നുള്ളതാണ്. തത്ഫലം കുഫ്രിയത്തിന്റെ വാദങ്ങളുമായി അവർക്ക് നടക്കേണ്ട ഗതികേട് വന്നു. ഇവിടെ ഇപ്പൊ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള ഈ ക്ലിപ്പില് സലാം ബാക്കവി പറഞ്ഞിരിക്കുന്ന ഇസ്തിഗാസ നോക്ക്. ഒരു മഹാന്റെ മക്ബറയിൽ ചെന്നുകൊണ്ട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോ എന്നിട്ട് അദ്ദേഹം അതിനെ വിശദീകരിക്കുകയാണ്. എങ്ങനെയാണ് ആ രോഗം മാറ്റുക? അവർക്ക് ആവശ്യമായ ഇടപെടലുകൾ ആ മഹാൻ നടത്തും, അള്ളാഹുവാണ് ഷാഫി. ഇത് തന്നെയായിരുന്നു മുമ്പ് ഈ നൗഷാദും പറഞ്ഞിരുന്നത്. നമ്മുടെ സകലമാന പണ്ഡിതന്മാർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുന്ന അങ്ങനെയാണ്. നൗഷാദ് മുമ്പ് പറഞ്ഞിരുന്ന തൗഹീദ് നിങ്ങൾ കേട്ടിട്ടില്ലേ? കേട്ടോ മുജാഹിദുകളെ, ഞങ്ങളുടെ ഇസ്തിഗാസയുടെ മാനദണ്ഡം മുഹീദ്ദീൻ ഷെയ്ഖിനോട് രോഗം മാറ്റണേ എന്ന് പറയുമ്പോ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. പിന്നെന്താണ്? മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ്, അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്. എടോ പറയാണ്, ആ കാരണങ്ങളോട് ബന്ധപ്പെടാൻ വേണ്ടി അള്ളാഹു താല പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ മുഹീദ്ദീൻ ഷെയ്ഖിനോട് ഞങ്ങൾ ബന്ധപ്പെടുന്നത്. അപ്പൊ അവിടെ ഇടപെടലുകൾ നടത്തിക്കൊണ്ട് അള്ളാഹുവാണ് രോഗം മാറ്റുന്നത്, മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ്. ഈ തൗഹീദ്, ഈ ഇസ്തിഹാസ തന്നെയാണ് സലാം ബാക്കവി അവിടെ പറയുന്നത്. ഇത് തന്നെയാണ് പേരോട് ഉസ്താദ് പറയുന്നത്. ഇത് തന്നെയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഈ അടുത്ത് പ്രസംഗിച്ചത്. തവസ്സുലിന്റെ ഒരു വകഭേദമാണ് ഇസ്തിഗാസ എന്ന് പറയുന്നത്. തവസ്സുല് അവരുടെ ഇടം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നു. എന്നാൽ നേരിട്ട് അവരോട് സഹായം ചോദിച്ചു കഴിഞ്ഞാലും അവിടെയും സലാം ബാക്കവി മുകളിൽ വിശദീകരിച്ച പോലെ അവിടെയും അവരെന്താ ചെയ്യുക? അവര് നേരിട്ട് അസുഖം മാറ്റിയ അല്ല, അവരതിന്റെ ഇടപെടലുകൾ നടത്തും. അള്ളാഹു താലയോട് നമ്മളോട് കാര്യങ്ങൾ പറയും. അള്ളാഹു അവരുടെ ശുപാർശ എന്ത് ചെയ്യൂല, തട്ടിമാറ്റുകയില്ല. നമുക്ക് അള്ളാഹു താല ആ രോഗം മാറ്റി തരുന്നു. അവര് കാരണമായി. ഇതായിരുന്നു നൗഷാദ് ഇത്രയും കാലം പറഞ്ഞിരുന്നത്. പക്ഷെ ഈ തൗഹീദ്, ഈ ഇസ്തിഗാസ പേരോട് ഉസ്താദ് പറഞ്ഞപ്പോ പേരോട് ഉസ്താദ് എന്തെങ്കിലും പറഞ്ഞാൽ അതിനെ എതിർക്കണം എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് ആ അസൂയയിൽ നിന്ന്, ആ ഒരു കുശുമ്പിൽ നിന്ന് അവൻ ഇത്ര കാലം പറഞ്ഞിരുന്ന തൗഹീദ് തന്നെ കുരുവട്ടൂരികൾ മാറ്റി എന്നുള്ളതാ. അവരെന്താ പറഞ്ഞത്? അങ്ങനെ പറയാൻ പാടില്ല. ഏത് സലാം ബാക്കവി ഇപ്പൊ പറഞ്ഞ പോലുള്ള രൂപത്തിൽ പറയാൻ പാടില്ല. അവര് തന്നെ സ്വന്തം നിലക്ക് രോഗം മാറ്റും. അവരുടെ കഴിവ് ഹക്കീക്കിയായ കഴിവാണ്. നമ്മളെ പണ്ഡിതന്മാർ പറഞ്ഞു കൊടുത്തു, അള്ളാഹുവിന്റെ അടിമകളുടെ കഴിവ് മജാസിയാണ്, ആലങ്കാരികമാണ്. ശറഉൽ അഖായിദിലും മറ്റുമൊക്കെ ഇമാമിയങ്ങൾ വിശദീകരിക്കപ്പെട്ടിട്ടുള്ളതാണ്. ഹഖീഖിയായ കഴിവ് അല്ലാഹു തആലയോട് മാത്രമാണ്. അത് പറഞ്ഞു കൊടുത്തിട്ട് ഇവൻക്ക് തലയിൽ കയറുന്നില്ല. അവന്റെ വാദം സ്ഥിരപ്പെടുത്താൻ വേണ്ടിയിട്ട്, അതായത് ഔലിയാക്കളും മഹത്തുക്കളൊക്കെ നമ്മൾ അവരോട് ഇസ്തിഗാസ ചെയ്ത് കഴിഞ്ഞാൽ അവർ സ്വന്തം നിലക്ക് അള്ളാഹുവിന്റെ ഇതിനോ ഇറാദത്തോ കൂടാതെ സ്വന്തം നിലക്ക് രോഗം മാറ്റും, സ്വന്തം നിലക്ക് ആവശ്യ പൂർത്തീകരണം നടത്തും. ഇതിനു വേണ്ടിയിട്ടാണ് ഇവൻ ഒരു ഉദാഹരണം കൊണ്ടുവന്നത്. ഒരാൾ മൊബൈല് മറ്റൊരാൾക്ക് കൊടുത്ത പോലെയാണ് അല്ലാഹു തആല അധികാരങ്ങളെല്ലാം കൊടുത്തത്. ആ അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അത് എങ്ങനെ ഉപയോഗിക്കണം, എങ്ങനെ ഓണാക്കണം, ഓഫാക്കണം എന്നുള്ളത് പിന്നെയും കൊടുത്ത ആളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. കണ്ടോ, മുമ്പ് പോകാൻ പറഞ്ഞത് ഇതെന്തായിരുന്നു? നമ്മൾ മുഹീദ്ദീൻ ഷെയ്ഖിനോട് രോഗം മാറ്റണേ എന്ന് പറഞ്ഞാൽ മുഹീദ്ദീൻ ഷെയ്ഖ് രോഗം മാറ്റുമെന്ന് ഞങ്ങൾക്ക് വിശ്വാസമില്ല. മുഹീദ്ദീൻ ഷെയ്ഖ് കാരണമാണ്, അല്ലാഹു തആലയാണ് രോഗം മാറ്റുന്നത്. ഇപ്പൊ മൊബൈൽ കൊടുത്ത മാതിരി മുഹീദ്ദീൻ ഷെയ്ഖിന് ലോകത്തിന്റെ അധികാരമൊക്കെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റു മഹത്വങ്ങൾക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യും? മൊബൈൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ കിട്ടിയ ആളുടെ ഇഷ്ടം പോലെ കാര്യങ്ങൾ ഓണാക്കുകയോ ഓഫാക്കുകയോ മെസ്സേജ് സെൻഡ് ചെയ്യുകയോ ചെയ്യാം. അപ്പൊ പിന്നെ കൊടുത്ത ആളോട് ചോദിക്കണ്ട. കൊടുത്ത ആൾ ഇത് കാരണമാണെന്നല്ല, സ്വന്തം നിലക്ക് തന്നെ മൊബൈൽ എന്ത് ചെയ്യാണ്, കിട്ടിയ ആൾ ഉപയോഗിക്കുകയാണ്. അപ്പൊ അതിനു വേണ്ടിയാണ് ആ ഉദാഹരണം കൊണ്ടുവന്നത്. അതുപോലെ തന്നെ ഒരു വീട് ഒരാൾക്ക് നിർമ്മിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇവൻ പറഞ്ഞ ഉദാഹരണമാണ്. പിന്നെ ആ വീട്ടിൽ ലൈറ്റ് എപ്പോ ഓഫാക്കണം, വാതിലെപ്പോ അടക്കണം, അതൊക്കെ കിട്ടിയ ആളല്ലേ, വീടിന്റെ ഉടമസ്ഥനായ ആളല്ലേ അത് നിയന്ത്രിക്കുക. അതുപോലെയാണ് ഈ ലോകത്തിന്റെ അധികാരമെല്ലാം അല്ലാഹു തആല ഇവന്റെ ഷെയ്ഖാകുന്നവന്റെ ഷെയ്ഖ് പഠിപ്പിച്ചു കൊടുത്താണ്. ഈ അധികാരം കിട്ടിയ ആൾ സ്വന്തം നിലക്ക് ചെയ്യും.
എന്നിട്ട് അതിനുവേണ്ടി ഓൻ പരിഹാസത്തോടു കൂടി പറയുന്നുണ്ട്, ഞാൻ എൻ്റെ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ ജാഹിലിയ കാലഘട്ടമായിരുന്നു, ആ ജാഹിലിയ കാലഘട്ടത്തിൽ ഇസ്തിഹാസ ഞാൻ പറഞ്ഞത് ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിലാണ്. ഇപ്പൊ ഇസ്തിഹാസ ചെയ്യപ്പെടുന്ന മുസ്തഹാസായ ആളിൽ നിന്ന് തന്നെ ഇസ്തിഹാസ പഠിച്ചു എന്ന്, അതായത് ഇവന്റെ കോമാട്ട് ജാൽ അബ്ദുള്ളയുടെ കയ്യിൽ നിന്ന് അല്ലെങ്കിൽ സുലൈമാൻഡിയുടെ കയ്യിൽ നിന്ന്. അതായത് എന്താണ്, നമ്മളൊക്കെ ഇസ്തിഹാസ ചെയ്യുന്ന വലിയ വലിയ മഹത്തുക്കൾ ഉണ്ടല്ലോ, ആ മഹത്തുക്കളിൽ പെട്ട ആളാരാണ്? മുദബ്ബിറുൽ ആലമും സ്വഹീബുൽ ബക്കറ്റൊക്കെ ആണല്ലോ കോമാട്ട് ജാൽ അബ്ദുള്ള എന്ന് പറയുന്നത്. അപ്പൊ ഓൻ ഇവർക്ക് പറഞ്ഞു കൊടുത്തു, എല്ലാരും ചോദിക്കണത് ഇന്നോടാണ്, ഈ ഇസ്തിഹാസൊക്കെ ചോദിക്കണത് ഇന്നോടാണ്, ഞാനാണ് അധികാരമൊക്കെ നിയന്ത്രണം നടത്തുന്നത്, അത് ഞാൻ അള്ളഹാനോട് ചോദിച്ചിട്ടൊന്നുമല്ല ഈ കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് നിറവേറ്റി തരുന്നത്, ഞാൻ സ്വന്തം നിലക്കാണ് എന്ന്. ആലോചിച്ചോക്ക്. അപ്പോ ഇത്രയും കാലം പറഞ്ഞിരുന്ന തൗഹീദ് കോമാട്ട് ജാൽ അബ്ദുള്ള മാറ്റി എഴുതുന്നതോടുകൂടി ഈ കുഫ്രിയത്തിന്റെ വാദങ്ങൾ സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഉദാഹരണങ്ങളൊക്കെ പറഞ്ഞത്. അള്ളാഹുവിന്റെ റസൂലിനോട് അള്ളാഹു തആല എന്താ പറഞ്ഞത്? ഇന്നക ലതഹ്ദീ ഇലാ സിറാത്തും മുസ്തഖീം ഇന്നക ലാ തഹ്ദീ മൻ അഹ്ബബ്ത. നബിയെ, നിങ്ങൾ ഒരാൾക്ക് ഹിദായത്ത് കൊടുക്കണമെന്ന് ഉദ്ദേശിച്ചു കഴിഞ്ഞാലും അവിടെ അത് കൊടുക്കാൻ സാധിക്കുകയില്ല, ഇല്ലാ മൻ തശാ, ഞാൻ ഉദ്ദേശിച്ചാലല്ലാതെ. നേരെ മറിച്ച് കോമാട്ട് ജാൽ അല്ലാഹു പറഞ്ഞത് അങ്ങനെ ഉദ്ദേശത്തിന്റെ ആവശ്യമില്ല, എനിക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട്, ഞാൻ സ്വന്തം നിലക്ക് തന്നെ ചെയ്യും. അതാണ് കുരുവട്ടൂരികളുടെ തൗഹീദ്. അല്ലാഹു തആല അല്ലാഹുവിന്റെ റസൂൽ നമ്മളോട് പറഞ്ഞല്ലേ, ഇന്നമാ അന ഖാസിമുൻ വല്ലാഹു മുഅ്തി, ഞാൻ വിതരണക്കാരൻ മാത്രമാണ്, അള്ളാഹുവാണ് നൽകുന്നത്. ഈ തൗഹീദായിരുന്നു അന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ച തൗഹീദാണെന്ന് ഇന്നും എന്നും നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ കാലങ്ങളിൽ നൗഷാദു അതായിരുന്നു, ഇന്ന് പറയാൻ പറ്റുമോ? ഇന്ന് വിതരണക്കാരൻ മാത്രമല്ല, വല്ലാഹു മുഅ്തി എന്ന് പറയുന്നത് അൽ കുരുവട്ടൂര് ഈ ഇവന്റെ കോമാട്ട് ജാൽ അബ്ദുള്ളയാണ് കൊടുക്കുന്നത് എന്നുള്ള രൂപത്തിലോട്ട് ഇവന്റെ ഇസ്തിഹാസയും തൗഹീദും മാറ്റിമറിച്ചു. ഇസ്ലാമിൽ നിന്ന്, ദീനിൽ നിന്ന് തന്നെ പുറത്തു പോകുന്ന പച്ച കുഫ്രിയത്ത് പറഞ്ഞുകൊണ്ടാണ് ഇവര് ബാക്കിയുള്ള, പിന്നെ കുഫ്രിയത്തിൽ തൗഹീദിൽ തന്നെ പിഴച്ചവന് പിന്നെ എന്ത് തെമ്മാടിത്തരങ്ങളാണ് പറഞ്ഞു നടക്കാൻ പറ്റാത്തത്? നിങ്ങൾ ആലോചിക്കണം. ഈ ഇവന്റെ പച്ച തൗഹീദ് സമർത്ഥിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ പണ്ഡിതന്മാരുടെ മുകളിൽ ഇസ്തിഹാസയും തവസ്സുലും പറഞ്ഞ് കോട്ടിമാറ്റി അവതരിപ്പിച്ച് ക്ലിപ്പ് കട്ടുമുറിച്ച് അതിന് മൊബൈലിന്റെ ഉദാഹരണം കൊണ്ടുവന്ന്, വീട് വെക്കുന്നതിന്റെ ഉദാഹരണം കൊണ്ടുവന്ന് ഈ കുത്തിമറിച്ചിലുകളൊക്കെ നടത്തുന്നത് ഇന്നും ആ പിഴച്ച തൗഹീദിലാണ്. തൗഹീദിൽ പിഴച്ചവന് എന്ത് തെമ്മാടിത്തരം വിളിച്ചു പറയുന്നതിന് ലക്കും ലഗാനും ഇല്ല. അവിടെ സത്യമാണ് എന്ന് ബോധ്യപ്പെട്ടാൽ പോലും അത് അംഗീകരിക്കണം എന്നില്ല. അബൂജഹലും അംഗീകരിച്ചിട്ടില്ല, അതുപോലെ കുരുവട്ടൂരികളും അംഗീകരിക്കുന്നില്ല. സുലൈമാണ്ടി കോമാണ്ടി എന്ന് പറയുന്ന ശൈത്താനുമാരുടെ അവർ ശൈഖല്ല എന്ന് 100% ബോധ്യപ്പെട്ടിട്ടുള്ള ഒരു ആളുകളാണ് നമ്മൾ. ആ അത്രത്തോളം കളവുകളിൽ ഗ്ലോബൽ വില്ലേജിൽ തെണ്ടി നടന്ന് അർദ്ധനഗ്ന മദാമമാർക്കിടയിലൂടെ തെണ്ടി നടക്കുന്ന ഒരു ഹംക്ക് ഒരിക്കലും ഒരു ഷെയ്ഖാവൂല, അത് ശൈത്താനാണ്. അവന്റെ തർബീയത്തിൽ നിന്ന്, അവന്റെ ഉപദേശത്തിൽ നിന്ന് കാലങ്ങളായി പറഞ്ഞിരുന്ന തൗഹീദ് ജാഹിലിയ കാലഘട്ടത്തിലെ തൗഹീദാണ്. ഇപ്പൊ ഞാൻ പറയുന്നതാണ് യഥാർത്ഥ തൗഹീദ് എന്ന് പറയുന്നുകൊണ്ട് പച്ച കുഫ്രിയത്ത് പറയുമ്പോൾ ആ ശൈത്താന്റെ കണിവലകളിൽ നിന്ന് ആ പെട്ടവരെ പടച്ചവൻ രക്ഷപ്പെടുത്തട്ടെ. ഇനി ആരെങ്കിലും പെട്ടുപോകും എന്നുള്ളവർക്ക് ഈ ഒരു വോയിസും കൂടി ഉപകരിക്കപ്പെടും.